നമസ്കാരം. ഓൾ കേരള LP സ്കൂൾ റാങ്ക് ഹോൾഡേഴ്സ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്നലെ മുതൽ നടത്തിയിരിക്കുന്ന അനിശ്ചിതകാല റിലേ നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് അധ്യാപകർ സ്കൂളിലെ കുട്ടികൾക്ക് വെളിച്ചം പകരേണ്ടവരാണ് അധ്യാപകർ. ഈ അധ്യാപകർ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായ ഒരു കാഴ്ചയാണ്. ഇന്ന് ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവർ പറയുന്നു, ഒട്ടനവധി ഒഴിവുകൾ ഉണ്ടായിരുന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടില്ലെന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥ വിഷയം എന്താണെന്നും സമരത്തിലേക്ക് ഇവരെ നയിച്ച സംഗതി എന്താണെന്നും ഇവരോട് ചോദിച്ചു മനസ്സിലാക്കാം. എന്താണ് യഥാർത്ഥ വിഷയം? ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. ഇതുവരെ ഒരു 1ാം റാങ്കിന് പോലും നിയമനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷയം. ഇപ്പോൾ 1 വർഷത്തോളം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഓൾ കേരള ലെവലിൽ 6000 സംതിങ് ആളുകൾ റാങ്ക് ലിസ്റ്റിലുണ്ട്. മെയിൻ ലിസ്റ്റിലും സപ്ലിയിലും എല്ലാം കൂടെ അതിലേറെ പേരുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം ഇങ്ങനെ ഒന്നുമല്ലാതെ കടന്നു പോയിരിക്കുകയാണ്. ഇനി വരുന്ന 2 വർഷങ്ങളിലും ഡിവിഷൻ ഫോൾ കാരണവും അതേപോലെ തന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ നിയമന നടപടി ഇതുവരെ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഈ വർഷവും പൂർത്തിയായിട്ടില്ല. ഇനി അടുത്ത വർഷവും ഒരുപക്ഷെ അവർക്കായിട്ട് അത് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഞങ്ങൾക്ക് കിട്ടുന്നത് ആകെ 1 വർഷമാണ്. ഒരു ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ ഒരു ബെനിഫിറ്റ് ഞങ്ങൾക്ക് ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യാവസ്ഥ. അപ്പോൾ ലിസ്റ്റിൽ ഇത്രത്തോളം വരുന്ന ആളുകൾക്ക് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ നിയമനം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുള്ളൂ. അപ്പം ഈ 3 വർഷത്തെ ഒരു ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടാനായിട്ട് എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾ ഒരുപാട് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഡിവിഷൻ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 1:25 ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും അനുപാതം 1:25 ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിവിഷൻ ഫോൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഒഴിവുകളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എയ്ഡഡ് സ്കൂളിൽ നിയമനം നടത്തുന്ന കാര്യവും നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ HMൻ്റെ ക്ലാസ് ചാർജ് പല സ്കൂളിലും HMൻ്റെ ക്ലാസ് ചാർജ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു ഡെയിലി വെക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് തലത്തിലല്ല, അവരവരുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് വെക്കുന്ന ഒരു ഡെയിലിയാണ്. അപ്പോൾ അതൊക്കെ ഒരു പോസ്റ്റായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു തസ്തിക അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരുപാട് ഞങ്ങൾക്ക് അതിനുള്ളൊരു സാധ്യത തുറന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് തുടങ്ങുന്ന ഈ ആവശ്യമാണ്, ഈ റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് HMൻ്റെ ക്ലാസ് ചാർജ് ഒഴിവാക്കുന്നത്. അപ്പോൾ തന്നെ സാധാരണ LP സ്കൂളുകളിൽ HMൻ്റെ ചാർജ് 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെയാണ് എടുത്തിട്ടേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ അൺഎയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം, അതായത് മാനേജ്മെൻറ്റ് പൈസ വാങ്ങി നിയമിക്കുന്ന ആ ഒരു നിയമനം ഇപ്പോഴാണ് സർക്കാർ സ്ഥിരപ്പെടുത്തിയത്. പിന്നെ സർക്കാരിൻ്റെ ഇതുകൾ 1:25 എന്നത് സർക്കാർ ഇപ്പോൾ 1:40 സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ തന്നെ. അത് 25 എങ്ങനെയാണത് പ്രാവർത്തികമാക്കുന്നത്? കാരണം കുട്ടികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടെന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം. അതെങ്ങനെയാണ് സാധ്യമാക്കുക? 1:25 കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിൽ ഈ ഡിവിഷൻ ഫോൾ ഒരു പരിധി വരെ കുറയ്ക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ എന്തായാലും ഈ ഡിവിഷൻ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ നിന്ന് തന്നെ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു സമയമായിട്ടുണ്ട്. നമുക്ക് എയ്ഡഡ് സ്കൂള്, ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, കൂട്ടത്തിൽ ഗവൺമെൻറ് സ്കൂൾ, ഇങ്ങനെ 3 ടൈപ്പ് സ്കൂളുകൾ തന്നെ വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ മാത്രമല്ല നമ്മുടെ ബർത്ത് റേറ്റും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരു വിഷയമാകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം മുന്നിലുള്ളത്. ഈ സർക്കാർ പലപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പെൻഷൻ പ്രായം കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല PSCയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായം 40-45 വരെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക്, അവർ പരീക്ഷ എഴുതി നിൽക്കുന്നവർക്ക് അവർക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ അഭിപ്രായം എങ്ങനെയാണ് കാണുന്നത്? 40 വയസ്സാക്കിയത് നമുക്ക് സ്വാഗതാർഹം തന്നെയാണ്. കാരണം ഒരു 30 വയസ്സിന് ശേഷം PSCയിലേക്ക് വരുന്നവർക്ക് അത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ലക്ഷക്കണക്കിന് ആളുകളോട് മത്സരിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇപ്പോഴും ഈ തെരുവോരങ്ങളിൽ നിരാഹാരം ഇരിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ടൊരു പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷ തരിക എന്നുള്ളത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. 40 വയസ്സ് വരെ വീണ്ടും ലിസ്റ്റിലുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമായി പോകും. ഇങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ഈ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അധികൃതർ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഈ ഒരു സർക്കാർ നിലവിൽ വന്നപ്പോൾ ഒരുപാട് നിയമനങ്ങൾ നടത്തിയെന്ന് അവർ അവകാശപ്പെടുന്നുമുണ്ട്. അതേപോലെ തന്നെ വീണ്ടും അത് ഉണ്ടായിരിക്കണമെന്ന് തന്നെ നമുക്കും ആഗ്രഹമുണ്ട്. ഏതൊക്കെ ജില്ലകളിലെ പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത്? 14 ജില്ലകളിലെയും പ്രതിനിധികളുണ്ട്. നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് അതിൻ്റെ കൊണ്ടുപോകാനാണ്? അനിശ്ചിതകാലത്തേക്കാണ്. അതുകൊണ്ട് തന്നെ 14 ജില്ലകളിലെയും പ്രതിനിധികൾ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നും പോയി. ചർച്ചയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വിദ്യാഭ്യാസ വകുപ്പായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളെ സമീപിക്കാൻ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ സമരം തുടങ്ങുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ടവരെയൊക്കെ ചെന്നുപോയി കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് ചെറിയ പ്രതീക്ഷകൾ തന്നിട്ടുണ്ടെങ്കിലും അതിന് നമുക്കൊരു ഉറപ്പ് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മൾ ആലോചിക്കുന്നുണ്ട്, നോക്കാം എന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരു
സമാധാനമായിട്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമരം അവിടെ തന്നെ നിർത്തും. നിങ്ങളുടെ ഈ കണക്കിലെ എത്രമാത്രം ഒഴിവുകൾ ഇപ്പോൾ ഉണ്ട്? ഒഴിവുകൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ ജില്ലയിൽ ബേസിൽ ആണ് എടുത്തിട്ടുള്ളത്. അത് ഓൾ കേരള ലെവലിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. എന്നാൽ ജില്ലാ ബേസിലെ കണക്കുകളുണ്ട്. എന്നാലും ഓരോ ജില്ലയിലും വെച്ച് നോക്കുമ്പോൾ ഒരു 300-350ഓളം ഒഴിവുകൾ നമ്മൾ ലിസ്റ്റ് വരുന്ന സമയത്ത് തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് സർക്കാരിനോട് അപേക്ഷിക്കുന്നത്? ഞങ്ങളെ പരിഗണിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയും ഇതിപ്പോൾ ഞങ്ങൾ തന്നെ മുദ്രാവാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു അധികാരത്തിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ ഓരോരുത്തരെയും കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഈ സർക്കാരിൽ അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദയവായി ഞങ്ങൾക്ക് മുമ്പിലേക്ക് ഒന്ന് കണ്ടു തുറക്കൂ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് സർക്കാരിൽ. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഏത് വർഷത്തെ റാങ്ക് ലിസ്റ്റ് വന്നവരാണ്? 2025 മെയ് 31 ലിസ്റ്റ് വന്നത്. 2025 മെയ് 31. അതിനുശേഷം ഇതാ ഒരു വർഷമാകാൻ പോകുന്നു. ഈ ഒരു വർഷമായിട്ടും 1-ാം റാങ്കുകാരെ പോലും നിയമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത് എന്ന് ഇവർ ചോദിക്കുകയാണ്. അധ്യാപകർ ഒരിക്കലും തെരുവിൽ ഇറങ്ങേണ്ടവരല്ല. ഒരു പുതുതലമുറയെ തെരുവിൽ ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ ആ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ശില്പികളാണിവർ. ഇവർക്ക് ഈ ഒരു ഗതികേടുണ്ടാകാൻ പാടില്ല. സർക്കാരിൻ്റെ കണ്ണു തുറക്കണം. ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അത് അംഗീകരിക്കണമെന്നാണ് പറയുന്നത്.